ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് ആരോപണം പുറത്തുവന്നതിന് പിന്നാലെ വിമർശനവുമായി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. ബി.ജെ.പി. നേതാക്കളുടെ സ്വത്തും ബിനാമി ഇടപാടുകളും അന്വേഷിക്കണം. പാർട്ടി ഓഫീസിലെത്തുന്ന പണം താഴെത്തട്ടിൽ കൊടുക്കാതെ സ്വന്തം ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി പങ്കിട്ടെടുക്കുന്ന രീതി എന്ന് അവസാനിക്കുന്നുവോ അന്നേ ബി.ജെ.പി. വിജയത്തിലെത്തുകയുള്ളൂ എന്നും വിമർശനം. സാരംഗ് ചേരുകയാണ്. സാരംഗ്, എന്തൊക്കെയാണ് തിരൂർ സതീഷ് വ്യക്തമാക്കുന്നത്? വിശദാംശങ്ങൾ. ഷമ്മി, നമുക്കറിയാം സംസ്ഥാനത്തൊട്ടാകെ ബി.ജെ.പി. തെരഞ്ഞെടുപ്പിന് എത്തിച്ച ഫണ്ട് അത് പല നേതാക്കളുടെയും നേതൃത്വത്തിൽ മുക്കി അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയെന്നുള്ള ഒരു ആരോപണം വലിയ രീതിയിൽ സംസ്ഥാനത്തൊട്ടാകെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തൃശൂർ ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയിലെ മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് ഇപ്പോൾ വലിയ രീതിയിൽ പാർട്ടിക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്നത്. എല്ലാ നേതാക്കളുടെയും ഈ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തണമെന്നും അതോടൊപ്പം തന്നെ അവരുടെ ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷിക്കണം എന്നുമാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്തിക്കുന്ന ഫണ്ട് അത് താഴെ തട്ടിലേക്ക് എത്തുന്നില്ല എന്നും പകരം മറ്റ് ഇടപാട് നടത്തി മറ്റ് നേതാക്കൾ തന്നെ അത് അവരവരുടെ പോക്കറ്റിലാക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്നുമാണ് തിരൂർ സതീഷിന്റെ വിമർശനം. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിലൊക്കെ തന്നെയും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ സംസ്ഥാന കമ്മിറ്റി തയ്യാറാകണം എന്നും പറയുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും കൂടുതൽ പണം ബി.ജെ.പിക്ക് എത്തുന്നുണ്ട്. എന്നാൽ ഇതൊന്നും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ താഴെത്തട്ടിലേക്കും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്തുന്നില്ല. പകരം പല നേതാക്കളും അതിൽ ഒത്തുകളിച്ചുകൊണ്ട് ആ പണം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇതിലൊക്കെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നും അല്ലെങ്കിൽ ഈ അടിമകളല്ലാത്ത നേതാക്കൾ ഈ ബി.ജെ.പി. നേതൃത്വത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.